ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലാണ് കേട്ടോ ഗൈസ്. അതാ 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 കൈ കാണിക്കടി. അതാ ഞങ്ങൾ കുറേ മാസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദ്രചൂടൻ അതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു. അയ്യോ അയ്യോ. അപ്പം നമ്മളെവിടെ പറഞ്ഞു നിർത്തേ? ഹോസ്പിറ്റലാണല്ലേ. അപ്പോഴത്തിന് അച്ഛനും മോളോട് ചായ കുടിക്കാൻ പോയിട്ടോ, ചായ വാങ്ങിക്കാൻ പോയിട്ടോ. അതാണ്ടാണ് ആ ഫ്ലോ അങ്ങ് പോയത്. അപ്പം നമ്മൾ ഇന്നലെ അഡ്മിറ്റായി ഗൈസ്. വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം, കുറേ നാൾ മീൻസ് ഒരു വർഷത്തോളമായി കാണും നമ്മൾ ലാസ്റ്റ് ഏട്ടനെ കൊണ്ട് അഡ്മിറ്റ് ആയത് അങ്ങ് വയനാട്ടിൽ വെച്ചിട്ട്. അതിന് ശേഷം കുറേ നാളുകൊണ്ട് വലിയ ആശുപത്രി വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു. മറ്റേത് സാധാരണ നമ്മുടെ ബ്ലോഗിനകത്ത് നിറച്ചും ആശുപത്രി വിശേഷങ്ങളായിരുന്നു. അപ്പോൾ കുറേ നാൾ കൂടിയിട്ട് വീണ്ടും അതാ എൻ്റെ മക്കൾ തുടങ്ങിയിട്ട് ഒരാളാണ് അവിടെ കിടപ്പുണ്ടാവും, കമന്ന് നടക്കുന്നുണ്ടാ. ഉണന്നിട്ട് എണീറ്റ് വന്ന് അവിടെ കമന്ന് കിടക്കുക. അപ്പോൾ ഈ കമ്പി മേലോട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീഴത്തില്ല. അവനവിടെ കിടക്കട്ടെ, എണീക്കുമ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല, ഞാൻ ചാർജ് കുത്തിയിട്ടേക്കുക. അതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയിരിക്കാനും വരത്തില്ല. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ എൻ്റെ ലൈവിൽ വരുന്നവർക്കെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിപ്പം ഇപ്പോഴത്തേക്ക് സംസാരിക്കുന്ന പറഞ്ഞാൽ അപ്പുറത്ത് നേഴ്സ് സ്റ്റേഷനാണ്. അവർ വിചാരിക്കേണ്ടത് അതായത് ഒറ്റയ്ക്കൊന്നും സംസാരിക്കുന്നത്. പിന്നെ വല്ല ആർഭാടങ്ങളും ഇതൊന്നും ഇല്ല, ഒറ്റയ്ക്കൊന്നുമില്ല ഗൈസ്. എൻ്റെ ലൈവ് വരുന്നവർക്കെല്ലാം അറിയാം കേട്ടോ സംഭവം. കാരണം ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പിള്ളേർക്ക് അസുഖം വരുന്ന സമയത്തും ഒരു പ്രാവശ്യം ഞാൻ ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് വന്നവർക്കെല്ലാം ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ലോങ് വീഡിയോസ് ലൈവ് വരുന്നവരെല്ലാം ലോങ് വീഡിയോസ് കാണുന്നവരല്ലല്ലോ. സോ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഹോസ്പിറ്റൽ ബ്ലോഗുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നല്ല പോലെ കാണാം അല്ലേ? അപ്പോൾ ഇപ്പം ഒരാഴ്ച ആവാനായിട്ടോ. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ പോയിട്ട് വന്നു. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. വീട്ടിൽ പോയിട്ട് വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. ക്യാമറ നോക്കി, ഈ ഫോണിനകത്ത് നോക്കുന്നുണ്ടോ? ക്യാമറ നോക്കിയാണ് സംസാരിക്കേണ്ടത്. പക്ഷെ നമ്മൾ ഫോണിൽ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതുകൊണ്ട് വീഡിയോയ്ക്കകത്ത് വരുമ്പം അല്ലാതെ വേറെ പോലെ വരും. ഓക്കെ. അപ്പോൾ വീട്ടിൽ പോയിട്ട് വരുമ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ, എന്തായാലും ഞാൻ ലൈവിൽ ഇട്ടിട്ടുള്ള ഒരു ദിവസമായിരുന്നു. തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഏതോ ഒരു ദിവസം. അന്ന് ഏട്ടനാണെങ്കിൽ മറ്റേ നെത്തോലിയും മത്തിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അന്ന് ലൈവിൽ വന്നവർക്കെല്ലാം അറിയാം. അപ്പം ഞാനത് കറി വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈവൊക്കെ എടുത്തത്. അപ്പോൾ രാത്രി നെത്തോലി വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം നെത്തോലി വലിയ പ്രശ്നമില്ലല്ലോ, നെത്തോലി മത്തിയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും, രാത്രി ഇപ്പം നെത്തോലി കൊടുത്താൽ, അല്ലെങ്കിൽ പിള്ളേർക്ക് മീനും ചിക്കനൊക്കെ രാത്രി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടല്ല മക്കളെ ഇതുവരെ വളർത്തുന്നത്. ഐസ്ക്രീമും ചില പിള്ളേരുണ്ടല്ലോ തണുത്തതൊന്നും കഴിച്ചാൽ പനി പിടിക്കും, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിച്ചാൽ പനി പിടിക്കും. ചില ഐറ്റംസ് ഒന്നും കൊടുക്കാതിരിക്കുക, അങ്ങനൊന്നും അല്ല കേട്ടോ. എല്ലാം കൊടുത്തിട്ടാണ് പിള്ളേരെ എല്ലാം കൊടുത്ത് ശീലമാക്കിയിട്ടുണ്ട്. അതാദ്യമേ നമുക്ക് നിർബന്ധമായിരുന്നു. ഒന്നാമത് കാലാവസ്ഥ, വയനാട്ടിലെ കാലാവസ്ഥയും നമ്മുടെ കാലാവസ്ഥ തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ വയനാട്ടിൽ തണുപ്പം, ഇവിടെ ചൂടുമല്ലേ. അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും മക്കൾ അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും മക്കൾ വളരണ്ടേന്ന് വിചാരിച്ചിട്ട് രണ്ട് കാലാവസ്ഥയും നമ്മൾ രണ്ടിനും അനുസരിച്ച് ആ പിള്ളേർക്കൊരു റെസ്ട്രിക്ഷൻസും അങ്ങനെ പ്രത്യേകം കൊടുത്തിട്ടില്ല. ചൂടിലും തണുപ്പിലും. അതുകൊണ്ട് പിള്ളേർക്ക് നിൽക്കാവുന്ന രീതിയിൽ നമ്മൾ ഫുഡാണെങ്കിലും ഫുഡും ഒരു നിയന്ത്രണങ്ങൾ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാം കൊടുക്കും. പിന്നെ ഫുഡ് വെച്ച് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ, കുഞ്ഞിനൊരു മോക്കാണെങ്കിൽ ഒരു 10 മാസമായ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ മുട്ട, അതും നമ്മുടെ വീട്ടിലെ അല്ല, പുറത്ത് എവിടെയോ പോയിട്ട് വന്നപ്പോൾ മുട്ട പൊരിച്ചത് കൊടുത്തിട്ട് രാത്രി പ്രശ്നം ഉണ്ടായിട്ട് ഹോസ്പിറ്റലൊക്കെ പോയിട്ടുണ്ട് പാതിരാത്രിക്ക്. അത് അവൾക്ക് 10 മാസമുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയിൽ അങ്ങനെ മുട്ട പൊരിച്ചത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പം അവൾക്ക് മുട്ട അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനവും, അതുകൊണ്ട് ഒരുപാട് തിന്നത്തുമില്ല. പിന്നെ ഇപ്പം കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ഇപ്പം എല്ലാം ശീലമാക്കട്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ കൊടുക്കും. നമ്മുടെ വീട്ടിലെന്താ ഉള്ളത് അതിനനുസരിച്ച് പിള്ളേർ കഴിക്കണമല്ലോ. അപ്പോൾ മുട്ട
മിക്കവാറും വീട്ടിൽ കാണും. അപ്പം മക്കൾക്ക് അതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ കാശിക്കും അങ്ങനെ മുട്ട കൊടുത്തതിൻ്റെ പേരിൽ, കാശി മുട്ടയ്ക്ക് ഇഷ്ടമാണ് കാശിക്ക്. അപ്പം മുട്ട കൊടുത്തതിൻ്റെ പേരിൽ അവനങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അവർക്ക് ആദ്യമേ അത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല, പുറത്ത് തട്ടുകടയിലെ ഫുഡായിരുന്നു കേട്ടോ. അന്ന് എവിടെയോ പോയിട്ട് അതിപ്പം കഴിച്ചപ്പം ആദ്യമായിട്ട് കൊടുത്തത് അവർക്ക് മുട്ട. അത് ഞങ്ങൾക്ക് നല്ല പണിയൊന്നും വയസ്സ്. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവനെ വല്ല വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ചിലപ്പോൾ രാത്രി അവന് വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോകും. ഒന്ന് ഞരങ്ങി രാവിലെ ആകുമ്പോഴത്തേനും അങ്ങ് ശരിയാവാറുണ്ട്. അല്ലെങ്കിൽ ഒരമരുന്നുണ്ടെങ്കിൽ ഒരമരുന്ന് കൊടുക്കൂട്ട് എൻ്റെ കൈ കഴിക്കുന്നു കേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഫുഡ് പോയ്സൺ ആണോ ഞങ്ങൾ ഡൗട്ട്. ഫുഡ് പോയ്സൺ അല്ല, ഗ്യാസ് കയറിയതാണോ എന്ന് ആകെ ഡൗട്ടായി. കാരണം നെത്തോലി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ അവൾ ഛർദ്ദിച്ചു മീൻസ് പെട്ടെന്ന് ഇങ്ങനെ മൂക്ക് അവൾക്ക് അടയുന്നതായിട്ട് തോന്നി. മൂക്കിങ്ങനെ ഏട്ടൻ പറഞ്ഞു മൂക്ക് മൂക്കിങ്ങനെ വലിച്ചപ്പം അവൾ കഫം കയറിയിട്ട് അകത്തോട്ട് പോയിട്ട് പിന്നെ അത് ഛർദ്ദിച്ചാണെന്ന് ഏട്ടൻ ആദ്യമേ വിചാരിച്ചു കേട്ടോ. ഏട്ടനായിരുന്നു അവിടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കഫം ഇതായിട്ട് ഛർദ്ദിച്ചായിരിക്കും. അപ്പം അംഗനവാടി വിടാനാണെങ്കിൽ ബുധനാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം ബുധനാഴ്ച അംഗനവാടി വിടണമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ നോക്കിയപ്പം അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേനും ഒരു ചൂടുണ്ടായി. അപ്പം ഞാൻ കുളിച്ചോ ചൂടുണ്ടായി. അപ്പം ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ മോൾക്ക് ചൂടുണ്ട്, വിടുന്നില്ല. അപ്പം ഞാനാണെങ്കിൽ അംഗനവാടി വിടുന്നില്ലെന്നാണ് ഏട്ടൻ പറയും. എനിക്ക് മടിയാണ്, ഞാൻ നടക്കാനുള്ള മടി കാരണമാണെന്ന് പറയും. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഓൾറെഡി ഏട്ടൻ പോകുന്ന സമയത്ത് ഒരു ചെറിയ ചൂടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ചൂടുണ്ട്, ഞാൻ നോക്കിയിട്ടേ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ പറയും എനിക്ക് ഓൾറെഡി എനിക്ക് മടി ഉണ്ടായിരുന്നു. തലേദിവസം ഞാൻ മഴക്കൊള്ളിട്ട് വിട്ടില്ല, അന്ന് മഴയും പെയ്തു. പക്ഷേ അപ്പോൾ ഓൾറെഡി എനിക്ക് മടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വിടണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ. തലേദിവസം പോകാഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം കുറേ ദിവസം അടുപ്പിച്ച് പോയിരുന്ന അവൾ മടിക്കുമല്ലോ, അതുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പം നോക്കിയപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ചൂടായിട്ട് എങ്ങനെയാണ് വിടുന്നതെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പം ഞാൻ മെനേട്ടൻ വിളിച്ചവൻ അതുപോലെ അന്നത്തെ ദിവസം മഴയും പെയ്തു തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ പറഞ്ഞു എനിക്ക് ചൂടല്ലേ വിടുന്നില്ല. പിന്നെ ഏട്ടൻ ഓഫീസിൽ ചെന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചൂടല്ലേ വിടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ചൂടാണെങ്കിൽ പിന്നെ വിടണ്ട, അതുപോലെ നല്ല മഴയുണ്ട്, വിടണ്ടെന്ന് പറഞ്ഞു. അംഗനവാടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ ഉഴപ്പൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ മഴയാന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അന്ന് പോയില്ല കേട്ടോ. അന്ന് ഫുള്ള് ചൂടായിരുന്നേ, നിറയെ ചൂട്. ഞാൻ പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഒതുങ്ങുന്നില്ല, ചെറുതായിട്ടൊന്ന് കുറയും, അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഏട്ടൻ വരുന്നിടം വരെ ചൂടായിരുന്നു. പിന്നെ ആണെങ്കിൽ അവൾക്ക് ഞാൻ തന്നെ അടുത്ത് കിടക്കണം, അങ്ങനെ കുറച്ച് നിർബന്ധവും. അപ്പം കാശിയുമായിട്ട് ഭയങ്കര പ്രശ്നം. അങ്ങനെ കാശിയായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ കാശിക്ക് അപ്പം എൻ്റെ അടുത്ത് കിടക്കണം, അവൾക്ക് എൻ്റെ അടുത്ത് കിടക്കണം. അങ്ങനെ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി കഴിച്ചു ആ ദിവസം. ഈ പിള്ളേർക്ക് പ്രാവശ്യം വരുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എന്താ അന്ന് പിന്നെ അതുവരെ പകലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയായപ്പം ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും മോള് ഛർദ്ദിച്ചു. രാവിലെ ഒന്ന് ഛർദ്ദിച്ചു, വീണ്ടും ഛർദ്ദിച്ചു കേട്ടോ. ചായയും കൊണ്ട് ആൾക്കാർ വന്ന് ഗൈഷ് ഹായ് പറ, ഒന്ന് കൈ കാണിക്കൂ കുഞ്ഞി, കൈ കാണിച്ച്. ഇവിടെ രോഗിയാണ് ചായ വാങ്ങിക്കാൻ പോന്നെ അല്ലേ? കാണിച്ച് സൂചി കാണിക്ക്, ഇങ്ങനെ കാണിക്കുക, വീഡിയോയിൽ കാണിക്ക്. ഇത് എന്ത് പറ്റിയതാ പറ ഒരു ഹായ് പറയടോ, ഒരു ഹായ് പറയടോ. അതാ രോഗിയുടെ അച്ഛൻ. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് കഥ പറയാം, ഇതായിരിക്കുന്നല്ലേ. ഇപ്പം കഴിച്ചൊക്കെ തുടങ്ങി കേട്ടോ, അതുകൊണ്ട് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. കഴിക്കുന്നതിനൊന്നും നിലവിൽ പ്രശ്നമില്ല ഗൈസ്. അതെന്താ കുഞ്ഞോട് മുട്ടായി ഒന്നും കഴിക്കരുതെന്ന് ഡോക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുട്ടായി കഴിക്കുമോ? ചായ പീല അത് കൊടുക്ക്.
കൊണ്ട് കൊടുക്ക്. കൊഴുക്കട്ട. നീ കൊഴുക്കട്ട കുഞ്ഞൊക്കെ ഇഷ്ടമാണോ? കുഞ്ഞു പറഞ്ഞിട്ടാണോ വാങ്ങിച്ചത്? ആശിക്ക് ഇഷ്ടമായിരിക്കും. കൊഴുക്കട്ടയാണ് കഴിച്ച് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ പഴംപൊരി. എന്ത് തിന്നുന്നേ? പഴംപൊരിയോ മുട്ടായിയോ? ഡോക്ടർ വീഡിയോ കണ്ടിട്ട് വഴക്ക് പറയട്ടെ. പഴംപൊരി ഒന്ന് കാണിക്കുക, നിങ്ങളെ ഗുഗ്ഗിടാന്ന് പറയും. കുടിക്കട്ടെ, ഞങ്ങൾ കൊഴുക്കട്ടയും ചായയും കുടിക്കട്ടെ. ഫോൺ കൊടുത്തിട്ടേക്കണം. രാവിലത്തെ തോന്നുന്നു. അവല് വെച്ചിട്ടുണ്ട്. അവല് എന്നാട്ടെ. ചായ കുടിച്ചിട്ട് വിശേഷം പറയാം ഗൈസ്. ചായ കുടിക്കട്ടെ. ഞങ്ങൾ ഉണ്ടയും ചായയും കഴിക്കുകയാണ് ഗൈസ്. കഴിച്ചെനിക്ക് കടി കൊള്ളുന്നില്ല ഗൈസ്. അതൊരു വലിയ ഉണ്ടയാണ്. കാണിച്ച് അതിനകത്ത് ഒളിച്ചിരിക്കുന്ന സാധനത്തിനെ കാണിച്ചു കൊടുക്കുക. ഉണ്ടയ്ക്ക് അതൊരു സാധനം ഒളിച്ചിരിപ്പുണ്ട്. ഇത് കടിച്ചാൽ ഒളിച്ചിരിക്കുന്ന സാധനം വെളി വരും. കടിക്ക് അതാ ഒളിച്ചിരിക്കുന്ന സാധനം ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. ഇതെന്താ ഒളിച്ചിരിക്കുന്ന സാധനം? എന്താ? തിന്നിട്ട് പറയെങ്കിലേ അവർ പറയുന്ന ഈ വണ്ടിയാണെന്ന്. എൻ്റെ മോക്ക് അറിയാൻ കഴിച്ച് ഒളിച്ചിരിക്കുന്ന സാധനം എന്താ. എൻ്റെ മോക്ക് ടേസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. തേങ്ങയാണോ, അവലാണോ, ശർക്കരയാണോ? വീഡിയോ കണ്ടിട്ട് നല്ല കഴിക്കുന്നില്ല. ബിസ്ക്കറ്റായി. എന്താ കഴിക്കുന്നേ? ബിസ്ക്കറ്റ്. കാച്ചിങ്ങോട്ട് നോക്ക. പാപ്പ കഴിക്ക. ദോശ. ഇതെന്താ? ദോശ. പോയില്ലേ? പോണ്ട്. വണ്ടി എവിടെ? കാറെവിടെ? കാറ് തരാം. അച്ഛാ ചപ്പാത്തി അല്ല പൊറോട്ട. കാച്ചി കുഞ്ഞെ പറ്റിച്ചോണ്ട് പൊറോട്ട അതാ കഴിക്കുന്നു. കുഞ്ഞി കൊടുക്കാതെ. ഒരു മുട്ടക്കറിക്ക് അത് 2 മുട്ടയും കൂട്ടി ഞങ്ങൾക്ക് 2 മുട്ട. എന്തായിട്ടാണ് അഭിപ്രായം? പറ. അടി ഉണ്ടാവുക രണ്ടുപേരുടെ, ചെക്കനും ചെക്കിയും. എന്താ ചേച്ചേ? കാശി മോനെ ചേച്ചി എന്താ ചെയ്തേ? ചേച്ചി എന്താ ചെയ്തേ? ചേച്ചി എന്ത് ചെയ്തു? പഠിച്ചോ കാശിയെ? പഠിച്ചോ? കിടക്കണ്ടേ നമുക്ക്? ഒങ്ങണ്ടേ? ഒങ്ങ നമ്മൾ ഇന്നലെ ടാബിക്ക് വെച്ച് നിർത്തിയതാണ് ഗൈസ്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്ചാർജ് ആവും. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ കോലം ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. വീട്ടിൽ പോയിട്ട് കുളിക്കാം. എന്തായാലും ഒരുപാട് തുണി അഴിയാനുണ്ട്, ഒരുപാട് പണിയുണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട്. അതൊക്കെ ഏകദേശം ഫിനിഷ് ആക്കിയിട്ട് വേണം കുളിയൊക്കെ നടത്താൻ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യാം. ഇനിയിപ്പം എല്ലാം എടുത്ത് വെക്കട്ടെ. ഇന്ന് ഡിസ്ചാർജ് ആണ് കേട്ടോ. 2 പേരും ഇവിടെ ഉറക്കുമായിരുന്നു. പിന്നെ എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സമാധാനത്തിലെല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരത്തുള്ളൂ കേട്ടോ.
എല്ലാം ഞാൻ സമാധാനത്തിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ എന്ത് ചെയ്യാം, ഇതെല്ലാം പറക്കി വെക്കാം. ഒറ്റ ബ്ലോഗായിട്ട് ഇടാൻ വേണം. എങ്കിൽ മൂന്ന് ബ്ലോഗ് മൂന്നെണ്ണം ക്യാക്കായിരുന്നു. ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആക്കായിരുന്നു. വെറുതെ എന്തിനാ ഇങ്ങനെ ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ് എന്തിനാ? പിന്നെയെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, രാത്രി കഴിക്കുക, അതൊക്കെയല്ലേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് ഇടാം. വിശേഷങ്ങളല്ല. പിന്നെ വീട്ടിൽ ചെന്നിട്ട് നോക്കട്ടെ വേറെ എന്തെങ്കിലും. അവിടെ ഒന്നൊരു പണി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിലൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. സമയം എന്നോട് കിട്ടുമെന്ന് അറിയത്തില്ല. എനിക്കിഷ്ടം പോലെ പണി. ഒന്നൊരു ഊഹവും ഇല്ലാതല്ലേ നമ്മൾ വന്നത്. അതുകൊണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട്. അലക്കാനാണെങ്കിൽ ഒരു കുന്നേശ്വരം കിടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ കൂടി ഇപ്പോൾ ഒരു കുന്നേശ്വരമായിട്ടുണ്ട്. വാഷിംഗ് മെഷീനോട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ്. അപ്പം ഞാൻ ഒരറ്റത്തുനിന്ന് എല്ലാം പറക്കട്ടെ. ഏട്ടൻ താഴെ വന്നിട്ടുണ്ട്. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഏട്ടൻ ഓഫീസിലോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അവിടെ താമസമുണ്ടെന്ന് അറിയത്തില്ല. ഇൻഷുറൻസിൻ്റെ ശരിയാക്കാൻ സംസാരിക്കാൻ വേണ്ടി ക്ലിയറൻസിൻ്റെ വന്നിട്ടുണ്ട്. അത് നോക്കാൻ വേണ്ടി പോയേക്കുക. അപ്പോഴത്തെ നമുക്കിവിടേക്ക് ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ട് വരാം. ഒന്നാമത് ഈ ഏട്ടൻ പോയിട്ട് ചീപ്പ് പോലും എടുത്തില്ല ഗൈസ്. ഞാൻ ഏട്ടൻ്റെ ചീപ്പ് വെച്ചിട്ട് ചെയ്യുന്നത് അതെന്തില്ല കേട്ടോ. ഓക്കെ, നമുക്കെല്ലാം പറക്കി വെക്കാം കേട്ടോ. ഇതാ രണ്ടുപേരും നല്ല ഉറക്കമാണ്. ഒരു എണീക്കുന്ന സമയം കൊണ്ട് നമുക്കതെല്ലാം പറക്കി എല്ലാം സെറ്റാക്കിയിട്ട് വേണം പോകാൻ. സൗണ്ട് കുറച്ച് കമ്മി ഉണ്ടാവും. പക്ഷെ ഒരു ഉറങ്ങുമല്ലേ, അതിനിടയ്ക്ക് സമയം എല്ലാം പറക്കി വെക്കട്ടെ ഗൈസ്. ഗൈസ് എല്ലാം പാക്ക് ചെയ്തു, എല്ലാം സെറ്റാക്കി, ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഏട്ടനൊന്നും ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഏട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഏട്ടൻ കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് പോകാം. എന്നിട്ട് ഏട്ടൻ നിൽക്കുമെന്ന് ഓഫീസിൽ പോകണം തോന്നുന്നു. വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ. ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എനിക്കറിഞ്ഞോളൂ. വീട്ടിലിപ്പോൾ വരുമായിരിക്കും തോന്നും. ലീവ് എടുത്തിട്ടുണ്ട്. എന്നാലും പോകേണ്ട എല്ലാ അത്യാവശ്യമുണ്ട്. കൊണ്ട് പോകുമായിരിക്കും എന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്നിട്ടറിയാം. പിന്നെ മുഖം കണ്ട് വെളുത്തിരിക്കുന്നില്ലേ, എന്തോ പോലെ ഇരിക്കുന്നു. അപ്പം നമ്മൾ കഥ ഇവിടെ പറഞ്ഞെത്തി. ഞാൻ ഒന്ന് വൈകുന്നേരം ഏട്ടൻ വന്നു കഴിഞ്ഞിട്ടും കാണാത്തവരതിന് മുമ്പ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണോ വരുന്നവർ, ഓക്കെ എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ അന്ന് രാത്രിയിൽ വീണ്ടും ഛർദ്ദിച്ചു കേട്ടോ. ഛർദ്ദിച്ച് എന്താ പ്രശ്നം, ഛർദ്ദിക്കുകയും ചെയ്ത് ചൂടുമുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് ദഹനക്കേട് തന്നെ ആയിരിക്കാൻ. പകലൊന്നും ഛർദ്ദിച്ചിട്ടില്ലല്ലോ, ചൂടും ഉണ്ടായിരുന്നു. രാവിലെ ഒരു തവണയും ഛർദ്ദിച്ചുള്ളായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദഹനക്കേടായിരിക്കും. എന്നിട്ട് പിറ്റേന്നും ആ ചൂട് മാറിയിട്ടില്ല കേട്ടോ. ഇവക്കാണെങ്കിൽ അങ്ങനെ ചൂട് നിൽക്കും. കാശിക്കാണെങ്കിൽ ചൂട് വന്നു കഴിഞ്ഞാൽ മാറാൻ ഭയങ്കര പാടാണ്. നോക്കുകയാണെങ്കിൽ സാധാരണ പാരസിറ്റമോൾ കൊടുത്താൽ മതി, അപ്പോഴേ മാറും. പക്ഷെ ഇത് മാറുന്നില്ല. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ലാസ്റ്റ് പിറ്റേ ദിവസം ആയപ്പോഴും ചൂടുണ്ട്. അപ്പം ഹോസ്പിറ്റലിൽ പോയില്ല കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴും ചൂടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ചൂടല്ലേ, അതെല്ലാം എന്താ കർക്കിടകം 1-ാം തീയതി ആയിരുന്നു. അപ്പം ഇങ്ങനെ പോട്ടെ, ചൂടല്ലേ അങ്ങ് മാറുമായിരിക്കും എന്ന് വിചാരിച്ചു. ദഹനക്കേടല്ലേ, അപ്പം 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയില്ല. അന്ന് മൊത്തം ചൂട്. അന്ന് ഛർദ്ദിച്ചില്ല. പക്ഷെ അവളൊന്നും കഴിക്കുന്നുമില്ല കേട്ടോ. ഛർദ്ദിക്കുമോ എന്നുള്ള പേടി കാരണം അവളൊന്നും കഴിക്കുന്നുമില്ല. ചൂടും നന്നായിട്ട് നേരത്തെ വന്നു കേട്ടോ. പിള്ളേർ നല്ല ബഹളമായിരുന്നു, കരച്ചിൽ. അവൾക്ക് എൻ്റെ അടുത്ത് കിടക്കണം, അവൻ്റെ ഒരു അടുത്ത് കിടക്കണം, അങ്ങനെ ഭയങ്കര പ്രശ്നമായിട്ട്. പിന്നെ നേരത്തെ വന്നു. അന്ന് നേരത്തെ വന്നു.
ഇതിനിടയിൽ എൻ്റെ ജോലികളെല്ലാം പെൻഡിങ് ആട്ടോ. അതിനോട് ഏട്ടന് ഫുഡ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ. കാരണം രാവിലെ എണീക്കാൻ പറ്റുന്നില്ല. രാത്രി മോക്കാണെങ്കിൽ ചൂടായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഞാനിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അതുപോലെ അവൾ എന്നെ എണീക്കാൻ സമ്മതിക്കുന്നില്ല രാവിലെ, അങ്ങനെയൊക്കെ പ്രശ്നമായിരുന്നു. അപ്പം അന്നും അങ്ങനെ പോയി. അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിൽ ഇതുപോലെ അവൾക്ക് ലൂസ് മോഷൻ തുടങ്ങി. അപ്പോൾ ലൂസ് മോഷൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ആകെ പേടിയായിപ്പോയി. ലൂസ് മോഷനും അതുപോലെ ലൂസ് മോഷൻ മാത്രമല്ല, കാശിക്കപ്പോഴത്തേനും വെള്ളിയാഴ്ച കേട്ടോ, കാശിക്കപ്പോഴത്തേനും ഛർദിലും സ്റ്റാർട്ട് ചെയ്തു. കാശിക്ക് തലേദിവസം വ്യാഴാഴ്ച ഒരു പ്രശ്നമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേനും ഈ കുഞ്ഞിയുടെ പറയുന്ന പോലെ കുഞ്ഞിക്ക് പിന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് എപ്പോഴും ഛർദിലല്ലായിരുന്നു. കാശിക്കാണെങ്കിൽ അങ്ങനെയല്ല. കാശി ആദ്യമേ രാവിലെ ഛർദ്ദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി രാവിലെ രാത്രിയിൽ രാത്രി എന്തായാലും ഫുഡ് കഴിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പിന്നെ പാൽ കൊടുത്തതിന് വീണ്ടും ഛർദ്ദിച്ചു. വെള്ളം കുടിക്കുന്നത് അത് ഛർദ്ദിച്ചു. അവൻ കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കും ഛർദ്ദിക്കും. മോളാണെങ്കിൽ ഒന്നും കഴിക്കുന്നുമില്ല. ഇച്ചിരി എന്തായാലും ഇച്ചിരി അപ്പം കണ്ട് കഴിച്ചു. അതിൻ്റെ കൂടെ കാശിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും അവൻ ഛർദ്ദിച്ചു. അവനെല്ലാം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും മോക്കുവാണെങ്കിൽ ലൂസ് മോഷനോടെ തുടങ്ങി. അപ്പോഴത്തേനും ആകെ എൻ്റെ കിളി പോയി. അപ്പോൾ ഏട്ടൻ രാവിലെ ഓഫീസിലും പോയി. എന്നിട്ട് ഇവരിങ്ങനെ വഴക്കുണ്ടാക്കുന്ന കേട്ടിട്ട് പിന്നെ ഞാൻ ഏട്ടനെ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. എപ്പോഴാണ് 1 മണി ആവാനായപ്പോഴാട്ടോ പോയത്. ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല, അന്നത്തെ ദിവസം ചോറൊന്നും വെച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഏട്ടൻ ഓഫീസിൽ ചോറ് കൊണ്ടുപോയില്ല, തലേദിവസം കൊണ്ടുപോയി തോന്നുന്നു, പിറ്റേ ദിവസം കൊണ്ടുപോകാൻ. അപ്പം ചോറ് വെച്ചു, കറിയൊന്നും വെച്ചില്ല, കറി വെക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അപ്പം ചോറാണെങ്കിൽ റൈസ് കുക്കറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലല്ലോ, അതങ്ങനെ ഇട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നമായിട്ട് 1 മണിയായപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴത്തേന് എന്താ പ്രശ്നം, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കറക്റ്റ് 1 മണിയാവാൻ നോക്കിയിരിക്കുക ഡോക്ടേഴ്സ് എല്ലാം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൂക്ഷം പോലെ ആണ്. ചിലപ്പോൾ പീഡിയാട്രീഷ്യൻ ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇനിയും ഇത് വെച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ, പ്രൈവറ്റിൽ പോകാമെന്ന് എന്താക്കണം എന്നുള്ളതായി. പിന്നെ എപ്പോഴും നമ്മൾ പ്രൈവറ്റിലോട്ട് ഓടേണ്ട ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കത്തില്ലല്ലോ നമുക്ക്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഗവൺമെൻറ് ആശുപത്രി കൂടുതലും പോകുന്നതിൻ്റെ കാരണം അതായിരിക്കുമല്ലോ. അവിടെ ചെന്നപ്പം പീഡിയാട്രീഷ്യനും ഇല്ല. പിന്നെ എന്താ ചെയ്യാൻ, അവിടെ ക്യാഷ്വാലിറ്റി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ്വാലിറ്റി പോയിട്ട് ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ ചോദിക്കുന്നത് പീഡിയാട്രീഷ്യൻ OP രാവിലെ പീഡിയാട്രീഷ്യനെ വന്ന് കണ്ടുകൂടാ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു 3 മണി വരെയൊക്കെ ഞങ്ങളുടെ അവിടെ സാധാരണ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, ഏനാതിമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 4 മണി വരെയൊക്കെ ഡോക്ടർമാരുണ്ട്. അപ്പം അത്രയും ചെറിയൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർമാരുള്ളപ്പം പിന്നെ ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരില്ലെന്നുള്ള ബോധം എനിക്ക്. പിന്നെ മാനന്തവാടിയിൽ പറയണ്ടല്ലോ, മാനന്തവാടി മെഡിക്കൽ കോളേജായിട്ട് നിങ്ങളോട് ഞാൻ നേരത്തെ എൻ്റെ ബ്ലോഗിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജായിട്ട് 12:45 പോയ ഡോക്ടർമാരപ്പം പോയി എന്ന് പറയും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര നാളുകൊണ്ട് പറഞ്ഞിട്ട് പറച്ചിലേ നടക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങളുടെ അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 4 മണി വരെ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും 1 ഡോക്ടറോ 2 ഡോക്ടറോ ആയിരിക്കത്തില്ല, 2-3 ഡോക്ടർമാർ കാണും. ആ അവസരത്തിൽ ഇവിടെ ചിലപ്പം 3 മണി വരെ കാണുമായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഏട്ടാ അപ്പോഴേ എന്നോട് പറഞ്ഞു ചിലപ്പം പീഡിയാട്രീഷ്യൻ കാണത്തില്ലായിരിക്കും. ചെന്നപ്പോഴത്തേനും പീഡിയാട്രീഷ്യൻ ഇല്ല, അവിടെ കാണിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ 3 മണി വരെ ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല, 1 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, ക്യാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചിട്ട് മരുന്ന് വാങ്ങിച്ചു. മോനാണെങ്കിൽ ഛർദിലിൻ്റെ മരുന്ന്, മോക്കാണെങ്കിൽ ലൂസ് മോഷൻ. ഛർദിലപ്പോൾ കുതിരെ മോക്ക് നിന്നിട്ടുണ്ട്. ലൂസ് മോഷൻ്റെ മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്നു കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം കുറവില്ലെങ്കിൽ പിറ്റേ ദിവസം വന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പം കാശിക്ക് ഛർദിലിൻ്റെ മരുന്ന് കൊടുത്തപ്പോഴത്തേന് ഛർദിൽ നിന്നു. 2 പേർക്കും ഛർദിലിൻ്റെ മരുന്ന്, 2 പേർക്കല്ല, മോൾ പിന്നെ ഛർദ്ദിച്ചില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പം വീട്ടിൽ കൊണ്ട് വണ്ടി വെക്കാൻ നേരത്തേന് മോൾ ഛർദ്ദിച്ചു. അത് ഇനി വണ്ടി യാത്ര ചെയ്തതിനാണോ അറിയത്തില്ല, ഒന്നും ഫുഡൊന്നും കഴിക്കാതെ പോയത് ആണെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ ചെന്നപ്പോൾ ഛർദ്ദിച്ചു. പിന്നെ ഫുഡൊന്നും കഴിക്കുന്നുമില്ല. പിന്നെ മോന് ഛർദിൽ നിന്നു. ഛർദിലിൻ്റെ മരുന്ന് കഴിച്ചപ്പോഴത്തേന് ഛർദിൽ നിന്നു. അത് കഴിഞ്ഞിട്ട് ഛർദിലിൻ്റെ മരുന്ന് കൊടുത്ത് 2 പേർക്കും ഛർദിലൊക്കെ നിന്നു. പിന്നെ എന്ത് പറ്റി, പിറ്റേ ദിവസം ആയപ്പോഴത്തേനും കാശിക്കും ലൂസ് മോഷൻ തുടങ്ങി ഗൈസ്. കാശിക്കും ലൂസ് മോഷൻ, കുഞ്ഞിക്കും ലൂസ് മോഷൻ. കുഞ്ഞിക്ക് അങ്ങനെ ഒത്തിരി ഇങ്ങനെ എപ്പോഴും പൊക്കോണ്ടിരിക്കുമല്ല, അവളറിയാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അവളറിയാതെ ചിരിച്ചിന് വിധം പോകുന്നുണ്ട്. കൂടാതെ അവൾക്ക് വയറുവേദന, ഭയങ്കര വയറുവേദനയായിട്ട് പൊളയുവാണ് കേട്ടോ. വയറുവേദന എടുത്ത് പൊളയുന്നുണ്ട്. അതുകൊണ്ട് കാശിക്ക് ലൂസ് മോഷൻ. 2 കൂടെ ആയപ്പോഴത്തേനും നമ്മുടെ കിളിപ്പോയി. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനിയും നമുക്ക് ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് റിസ്ക് എടുക്കണ്ട. ഗവൺമെൻറ് ആശുപത്രി പോയി റിസ്ക് എടുക്കുക എന്നല്ല, അവിടെ പോയിട്ട് അത്രയും ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. പകൽ പോയാൽ
OP ഒക്കെ എടുക്കണമെങ്കിൽ രാവിലെ പോയി എടുക്കേണ്ടി വരും. അപ്പം OP ചീറ്റ് ടിക്കറ്റ് എടുത്ത് വെച്ചാലേ നമുക്ക് ഒരു 12 മണിയാകുമ്പോഴേക്കും ഡോക്ടറെ കാണാൻ പറ്റും. പക്ഷേ 1 മണിയാകുമ്പോഴത്തേക്കും ഡോക്ടർ പോവുകയും ചെയ്തു. അതെന്താ എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും നിങ്ങൾ ഞാൻ പറയുന്നതിനെ അനുകൂലിക്കുന്നവരാണെങ്കിലും പ്രതികൂലിക്കുന്നവരാണെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ എന്താ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മളത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എടുക്കും. ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ പെട്ടെന്നുണ്ടാകുമ്പോൾ അവർ വലിയ ഇഷ്യൂ ആയിട്ടൊക്കെ എടുക്കും. നോക്കാം നമുക്ക്, അതെന്തെങ്കിലും ആയിരിക്കും പോട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്തു, പേട്ടൻ പറഞ്ഞു നീ അവിടെ പോയി ക്യൂ നിൽക്കണ്ട, നമുക്ക് നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോന്നിട്ട് മോളെ നേരത്തെ പനി വന്നപ്പോൾ ഇവിടെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് വന്നതൊന്നുമല്ല ഗൈസ്. കാരണം ഏട്ടൻ ഓഫീസിലൂടെ പോകാനുള്ള എളുപ്പത്തിലാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ, ഇപ്പം നിൽക്കുന്ന ഹോസ്പിറ്റൽ പേരൊന്നും പറയുന്നില്ല, ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് അന്ന് കാണിച്ച ഡോക്ടർ പീഡിയാട്രീഷ്യന് പരിചയമുണ്ട്. അപ്പോൾ ഡോക്ടറെ വന്ന് കണ്ട്, അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ ഇതിൻ്റെ ഇവക്കുള്ള ലക്ഷണങ്ങൾ പിള്ളേർക്ക് 2 പേർക്കും ഒരേപോലെ ഉണ്ടല്ലോ. അപ്പോൾ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എന്തോ ഒരു വൈറൽ ഇൻഫെക്ഷനാണെന്ന് തോന്നുന്നു. ഫ്ലൂ ഫീവറിൻ്റെ ലക്ഷണങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ഫ്ലൂ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഡോക്ടർ 2 ഓപ്ഷൻ വെച്ച് കേട്ടോ. ഒന്നെങ്കിൽ ഫ്ലൂ ടെസ്റ്റും ചെയ്ത് കൗണ്ടും ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് കൗണ്ടും ടെസ്റ്റ് ചെയ്ത് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാം. എന്തായാലും ഇവർക്ക് ട്രിപ്പ് ഇടേണ്ടി വരും. ഭയങ്കര ക്ഷീണമുണ്ട്, ഫുഡൊന്നും കഴിക്കുന്നില്ലല്ലോ. ഞങ്ങൾ പോവുകയാണ് ഗൈസ്. എല്ലാത്തിനും പാതി എടുത്ത് വെച്ചിട്ടുണ്ട്. പിടിച്ചിട്ടുണ്ട്. ഹായ് കാശി, ഹായ് പറ. ഹായ് മുത്തായി വേനോ, മുത്തായി വേനോ, കാശി മുത്തായി വേനോ, മുത്തായി വേനോ. ആരാട് പോവുകയാണ്. അങ്ങനെ ആശുപത്രിയോട് വിടാം. ടാറ്റാ കസി, ടാറ്റാ. നമ്മൾ വീട്ടിൽ പോവാന് ഞങ്ങൾ ടാറ്റ പറഞ്ഞോ, പോവാന്ന് പറഞ്ഞോ ആശുപത്രിയിൽ നിന്ന്. കാണിച്ചേ, കൈ കാണിച്ചേ, ക്യാൻഡിലേക്ക് ഊരിയിട്ട് കൈ കാണിച്ചേ തിരിച്ച്. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ വിശേഷങ്ങൾ കഴിഞ്ഞു. ഡീറ്റെയിൽസൊക്കെ ബാക്കി വീട്ടിൽ പോയിട്ട് പറയാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ്. എല്ലാം പറക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ആദ്യം പോലെ ഒന്നേം തുടങ്ങണം. ഇവിടുന്നാ തുടങ്ങണമെന്നൊരു എനിക്കൊരു ഊഹവും ഇല്ല. അതുപോലെ കിടക്കുക കേട്ടോ. ഒന്നൊരു ഇതില്ലാതെ പ്രതീക്ഷയില്ലാതെ പോയതല്ലേ, പെട്ടെന്ന് ചാടിപ്പിടിച്ച് പോയോണ്ട് എല്ലാം വെച്ചെടുത്ത് തന്നെ അതേപോലെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ ചായ കുടിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ അങ്ങ് പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നിട്ട് ഇതുപോലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ. അപ്പം ഫ്ലൂ ടെസ്റ്റ് ചെയ്യണം, എല്ലാം ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പം വിചാരിച്ചു എങ്കിൽ പിന്നെ നമുക്ക് അഡ്മിഷൻ അങ്ങ് എടുക്കാം. കാരണം ഞങ്ങൾ ടെസ്റ്റ് എങ്കിൽ പിന്നെ ആദ്യം വിചാരിച്ചേട്ടൻ പറഞ്ഞു എങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് ഞാൻ പയർ പുഴുങ്ങാൻ വെച്ചേക്കാം, എൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. കാരണം എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, എന്താ കൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറേ ടെസ്റ്റുകൾ പറഞ്ഞപ്പം എന്തായാലും കുറേ പൈസ ആവുമല്ലോ എന്ന് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നോട് ചോദിച്ചെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുത്താലോ എന്ന് വെച്ചിട്ട് പറഞ്ഞെങ്കിൽ നമുക്ക് നോക്കാം, ടെസ്റ്റിന് നോക്കാം. നമ്മളോട് അവിടെ ചെന്നിട്ട് ലാബിൽ പോയിട്ട് എത്ര ആവും ചോദിച്ചപ്പം അത് സ്റ്റോറേജ് ഒട്ടുമില്ല കേട്ടോ, അതുകൊണ്ട് ഓഫായി പോവാം. അപ്പം പിന്നെ എന്തായാലും ബെറ്റർ ഓപ്ഷൻ അഡ്മിഷൻ ആണെന്ന് പിന്നെ കരുതി കേട്ടോ. കാരണം 2000-നകത്താവുമായിരുന്നു ബില്ല്. തരാം. അമ്മ പയറൊന്നും വേവട്ടെ.
അപ്പം ബില്ല് അത്ര ആവുമായിരുന്നു. അപ്പം പിന്നെ എന്തായാലും അഡ്മിഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേസ് അഡ്മിറ്റ് ആയത്. എന്തായാലും ഡോക്ടർ 2 ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അഡ്മിറ്റ് ആവണം, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് എന്തായാലും അവൾക്ക് ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞു ടെസ്റ്റ്. അപ്പം ഈ ഫ്ലൂ ഫീവറിൻ്റെ സംശയമൊക്കെ പറഞ്ഞപ്പം പിന്നെ അങ്ങനെ ആയിരിക്കുമോ നമുക്കാകെ ഡൗട്ടാണ്. കാരണം അവൾക്ക് വയറുവേദനയും ഛർദിലും വയറിളക്കും എല്ലാം കൂടെ ആയപ്പം അങ്ങനെയാണ് പിന്നെ അഡ്മിഷൻ ആക്കിയത് കേട്ടോ. പിന്നെ എൻ്റെ മോക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആശുപത്രി കയറി കഴിയുമ്പോൾ വലിയ അസുഖമൊന്നും കാണത്തില്ല. പിന്നെ ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഏകദേശം ആ ക്ഷീണം ഒന്ന് മാറി. പിന്നെ ഫുഡൊക്കെ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോഴത്തേനും നമുക്കൊരു ആശ്വാസം ഉണ്ടല്ലോ. പിന്നെ വയറുവേദന ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, ഇന്ന് വരെ ഉണ്ടായിരുന്നു. ഈ ഡിസ്ചാർജ് ആകുന്നതിന് അന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു വയറുവേദന. ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൻ്റെ ആണെങ്കിലും ഡോക്ടർ പറഞ്ഞത് ഇവിടെ നോക്കി ടെസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ മോനും അത് തന്നെ ആയിരിക്കും, പകർച്ചയായിരിക്കും, വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ പ്രത്യേകിച്ച് ടെസ്റ്റും ചെയ്തില്ല. അവനും ലൂസ് മോഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച എടുക്കും എന്ന് കുറയാൻ വേണ്ടിയിട്ട്. വൈറൽ ഇൻഫെക്ഷൻ ബ്ലഡിനകത്ത് ചെറിയ രീതിയിൽ വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഫുഡ് പോയ്സണോ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിൽ ബ്ലഡിനകത്ത് വൈറൽ ഇൻഫെക്ഷനാണ് പെട്ടത്. ഇനി അപ്പം എങ്ങനെ പിടിച്ചു എങ്ങനെ അതൊന്നും അറിയത്തില്ല. എന്തായാലും പിടിച്ചു. എന്തായാലും നല്ല പണി തന്നു. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് യൂറിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലഡിനകത്ത് ഇതുപോലെ അയണിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം അവർക്ക് ഒന്ന് വയറൊക്കെ ഒന്ന് ക്ലിയറായി വരുന്ന സമയമല്ലേ ഉള്ളൂ. ഇനിയും അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ പോകണം. അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പം നമുക്ക് 1 മാസത്തേന് അയണിൻ്റെ മരുന്ന് തരാമെന്ന് പറഞ്ഞു. 1 മാസം കഴിച്ചിട്ട് ബാക്കി നോക്കാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഞങ്ങൾ ആശുപത്രി കിടന്നത്. മോനാണെങ്കിൽ വയറ്റിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമായിരുന്നു. ഇവക്കാണെങ്കിൽ 1-2 തവണയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ വൊമിറ്റിൻ്റെ ഒരു ഇതും അതുപോലെ വയറുവേദനയൊക്കെ ആയിരുന്നു അവൾക്ക്. അവനാണെങ്കിൽ ലൂസ് മോഷനായിരുന്നു. പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരുന്ന അവനൊന്നും കഴിക്കുന്നില്ല. ഇതുവരെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ, ഇന്നും ഒന്നും കഴിച്ചിട്ടില്ല. ശരിയാവുമായിരിക്കും. ഡോക്ടർ പറഞ്ഞത് പാല് മാത്രം കുടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം 1.5 വയസ്സാവാനായി കുട്ടിയാണല്ലോ. 8 മാസം വരെയൊക്കെ ആണെങ്കിൽ പാല് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അവൻ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ ഇപ്പം. അപ്പം ഇത്രയൊക്കെയാണ് ആശുപത്രിയിലെ കാര്യങ്ങൾ. അയ്യോ, അപ്പം നമുക്ക് ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കാം. കുറേ നേരം കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടി ഇപ്പോഴാണ് ഫുള്ള് കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. പിന്നെ എന്താ, ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിട്ടും 4000-നകത്തായി നമുക്കല്ലാതെ ബില്ല്. ആരോഗ്യ ഇൻഷുറൻസ് കൂടാതെ കേട്ടോ. റൂമിനൊക്കെ നല്ല ചാർജാണ് ഗൈസ് അവിടെ. റൂമിനും നമ്മുടെ നേഴ്സിംഗ് ചാർജ് കൂടെ 3500 കേട്ടോ ഒരു ദിവസം. നമ്മൾ പെട്ടും പോയി. അവിടെ കയറുകയും ചെല്ലുകയും ചെയ്തു. പിന്നെ അഡ്മിറ്റ് ആവാനും പറഞ്ഞു. നമുക്കങ്ങനെ ഒരു ഊഹമില്ലായിരുന്നു കേട്ടോ അഡ്മിറ്റ് ആക്കും എന്നുള്ള. ഏട്ടനാണെങ്കിൽ തിരിച്ച് ഓഫീസിൽ പോകേണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോയത്. പിന്നെ ഹോസ്പിറ്റലിന് പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല. ഇച്ചിരി ചാർജ് കൂടുതലാണെന്നുള്ള കാര്യമുള്ളൂ. റൂമിനും കാര്യങ്ങൾക്കൊക്കെ ഇച്ചിരി ചാർജ് കൂടുതലാണ്. അല്ലാതെ ഹോസ്പിറ്റൽ വൈസ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബലത്തിലാണ് നമ്മൾ നിന്നത്. ഇപ്പം നമ്മൾ ഗവൺമെൻറ് ആശുപത്രി പോയാലും ടെസ്റ്റ് എല്ലാം പുറത്ത് തന്നെ ആയിരിക്കുമല്ലോ. പുറത്തും എല്ലാം ചാർജ് എല്ലാം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം കണ്ണാടി എടുത്ത് പുറത്തിടുകയോ കുഞ്ഞി ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു ഗൈസ്, ടാറ്റ. അപ്പോൾ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തവരെല്ലാം ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.